السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. പൈതൃക മീഡിയയുടെ ആദരണീയരായ ശ്രോതാക്കളെ, ബഹുമാന്യരായ സഹപ്രവർത്തകന്മാരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധമായി സമസ്തയുടെ ചരിത്ര നാൾവഴികളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ 53ാം എപ്പിസോഡാണ് ഇന്ന്. 2 ദിവസം നമ്മുടെ പ്രസംഗം മുടങ്ങിപ്പോയത് 100ാം വാർഷിക പ്രചരണ പ്രവർത്തനങ്ങളിൽ മുഴുകിയതിനാൽ സമയത്ത് ക്യാമറയ്ക്ക് മുന്നിൽ എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇന്നും വളരെ ദൂരെ നിന്നാണ് ഞാനിവിടെ എത്തിയത്. അല്പം മിനിറ്റുകൾ വൈകിയെങ്കിലും നമ്മുടെ പരിപാടി തുടരേണ്ടതിനാൽ ഇന്ന് കുറഞ്ഞ സമയം സംസാരിക്കുകയാണ്. സമസ്തയുടെ ദീർഘമായ ചരിത്ര താളുകളിൽ നിന്ന് വളരെ ചുരുക്കിയാണ് നാം വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 52 ദിവസമായപ്പോൾ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിയ ആദർശ പ്രചരണത്തിന് വേണ്ടി സമസ്ത നടത്തിയ വാദപ്രതിവാദങ്ങളെ പറ്റിയാണ്. 2 പ്രധാന വാദപ്രതിവാദങ്ങളാണ് 2 ദിവസം മുമ്പ് നമ്മൾ സംസാരിച്ചത്. ഇൻഷാ അല്ലാഹ് തുടർന്ന് ഏതാനും ദിവസങ്ങളിൽ വാദപ്രതിവാദത്തിലുള്ള ചരിത്രങ്ങൾ തന്നെയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് നാം അല്പം ആ വിഷയത്തിൽ നിന്ന്, അതേ സമയത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് കിട്ടിയ കരുത്തുകൊണ്ട് നമ്മുടെ അഭിവന്യ നേതാവ് കാന്തപുരം എ.പി. ഉസ്താദ് അവറുകൾ സുൽത്താനുൽ ഉലമായെന്നും ഖമറുൽ ഉലമായെന്നും അങ്ങനെ ഓരോ മുഹിബ്ബീങ്ങൾ അവരെ ഹുബിനനുസരിച്ച് ഉസ്താദിനെ പല നിലക്ക് അഭിസംബോധന ചെയ്തു വരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. മക്കയിലെ വലിയ പണ്ഡിതനായിരുന്ന അബ്ബാസ് മാലിക് തങ്ങളാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് ഖമറുൽ ഉലമയാണ്, ഖമറുൽ ഉലമ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് ആ നാമകരണം അദ്ദേഹത്തിന് നൽകിയത്. ബഹുമാനപ്പെട്ട അലിയുൽ ഹാഷിമി എപ്പോഴും ഉസ്താദിനെ പറ്റി പറയൽ മുഫ്തി എന്നാണ്. കാരണം തനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്കാൽ വന്നാൽ അത് ഷെയ്ഖുനാനോട് ചോദിക്കുമ്പോൾ കൃത്യമായ വ്യക്തത മറുപടി നൽകുന്നത് കൊണ്ട് തന്നെ ഗ്രാൻഡ് മുഫ്തിയായി ചുമതലയേൽക്കുന്നതിന് മുമ്പേ ലോകത്ത് ഷെയ്ഖുനാനെ മുഫ്തി എന്ന് വിളിച്ചു പോരുന്ന വിശ്വപ്രസിദ്ധനായ പണ്ഡിതനാണ് UAE ഉപദേഷ്ടാവ് കൂടിയായ, ഗവൺമെൻറ് ഉപദേഷ്ടാവ് കൂടിയായ അലിയുൽ ഹാഷിമി എന്ന മഹാപണ്ഡിതൻ. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാർ വളരെയേറെ ആദരവോടുകൂടെ കാണുന്ന മഹാനായ എ.പി. ഉസ്താദ് ഇന്ന് നോക്കൂ, മനുഷ്യഹൃദയമുള്ളവരുടെ നാവുകളിൽ നിന്നെല്ലാം ഇന്ന് ഒരേ ഒരു നാമം, ആദരണീയനായ കാന്തപുരം ഉസ്താദ്. അതാ പറയുന്നത്. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ, ടെലിവിഷൻ ചാനലുകൾ തുറന്നു നോക്കിയാൽ, അത് കേരളത്തിലെ ചാനലുകൾ മാത്രമല്ല, ദേശവ്യാപകമായുള്ള വാർത്താ മാധ്യമങ്ങൾ ഇന്ന് ഒരേ ഒരു വ്യക്തിയെ പ്രശംസിക്കുകയാണ്. സമസ്തയുടെ നേട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഈ ചരിത്ര നാൾവഴികളുടെ പ്രഭാഷണത്തിൽ ഏറ്റവും കാലികമായ വിഷയമാണല്ലോ നാം പറയേണ്ടത്. ആ നിലയ്ക്ക് ഇന്ന് നമുക്ക് ഇത് സംബന്ധമായി തന്നെയാണ് പറയാനുള്ളത്. എന്താണ് ലോകത്താകമാനമുള്ള മനുഷ്യ ഹൃദയമുള്ളവർ ഇന്ന് എ.പി. ഉസ്താദിനെ വാഴ്ത്താനുള്ള കാരണം എന്താണ്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമൻ നഹിയാഹ
ഫകഅന്നമാ ഹിയന്നാസ ജമീഅ. ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരാൾക്ക് കഴിഞ്ഞാൽ, ഒരു ജീവൻ നിലനിർത്തൽ ഇപ്പോൾ ഏതെല്ലാം നിലക്ക് സാധ്യമാകും? വെള്ളത്തിന് ദാഹിച്ചു വരയുന്ന ഒരാൾക്ക് വെള്ളം കൊടുത്താൽ അതുവഴി അയാൾ ജീവിച്ചാൽ ആ ഒരു ജീവൻ രക്ഷപ്പെടുത്തലായി. അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ അയാൾ മരിക്കുമെന്ന സാഹചര്യത്തിൽ ഇടപെട്ട് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം നൽകി സഹകരിച്ചാൽ അതൊരു ജീവൻ നിലനിർത്തലാണ്. അതുപോലെ തന്നെ കുരുക്കിലകപ്പെട്ട ഒരാളെ നിയമപരമായി രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ ആ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരും രക്ഷപ്പെടുത്തിയവരും മനുഷ്യജീവൻ നിലനിർത്തിയവരാണ്. അതാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ലോക മനസ്സാക്ഷി ഹൃദയമുള്ള മനുഷ്യരെല്ലാം ഇന്ന് കാന്തപുരം AP ഉസ്താദ് എന്ന സുൽത്താനുലമയോട്, ഖമറുലുലമയോട് ഇന്ന് ആദരവ് കാണിക്കുന്നത്. ഏകദേശം 9 വർഷം മുമ്പ് യമനിൽ ജയിലടക്കപ്പെട്ട നമ്മുടെ നാട്ടുകാരി മലയാളി, ആ സഹോദരിക്ക് ജയിൽ മോചിതയാകണം. യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, നിയമപരമായി ശിക്ഷിക്കപ്പെട്ട ഒരാളെ നിയമവിധേയമായി ശിക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഏത് ശിക്ഷ നടപ്പാക്കുന്ന ആളും ഒരു മനുഷ്യനെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും വിധേയമായി അവരെ ഈ കൊലക്കാരിൽ നിന്ന്, കൊലക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ആരാച്ചാർ പോലും ചിന്തിക്കുന്നത്. ആരാണ് മനുഷ്യനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നത്? പക്ഷെ കൊന്നവനെ കൊല്ലണം, കേസ് തെളിഞ്ഞാൽ കൊന്നവനെ കൊല്ലണം. അത് ഇസ്ലാമിക ഭരണമുള്ളയിടത്ത നിയമമാണ്. യമനിൽ ഈ സഹോദരി ഈ ജയിലിലടക്കപ്പെട്ട സ്ഥലം ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ശിക്ഷകൾ നടപ്പാക്കി വരുന്ന പ്രദേശമാണ്. യമനിൻ്റെ ഒരു ഭാഗമാണത്. ഈ സഹോദരിയോടൊപ്പം ജോലി ചെയ്തിരുന്ന തലാൽ എന്ന പേരുള്ള യമനിലെ ഒരു പൗരനെ ഈ സഹോദരി കൊല ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ നിമിഷപ്രിയക്ക് കോടതിയിൽ സാധിക്കാത്തതിനാൽ നിയമപരമായി അവിടുത്തെ കോടതി വധിച്ചു കളയാൻ വേണ്ടി വിധിച്ചു. എന്നാൽ ആ വിധിച്ച ജഡ്ജി പോലും ഇനി ആ വിധി പ്രകാരം കൊല നടത്താൻ ഏൽപ്പിക്കപ്പെട്ട ആരാച്ചാർ പോലും ഒരു മനുഷ്യൻ മരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനാണ് ആരും ആഗ്രഹിക്കുന്നത്. അതിനാണ് നിയമം അന്വേഷിക്കുക എന്ന് പറയുന്നത്. ഇസ്ലാമിക നിയമവ്യവസ്ഥയിൽ കുറ്റവാളിക്ക് കുറ്റം തെളിഞ്ഞ ഒരാളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേറെയും പല വകുപ്പുകളുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സുപ്രീം കോടതി വിധിച്ചാൽ പോലും പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കാൻ ഒരു വകുപ്പുണ്ട്. പ്രസിഡന്റ് അവർക്ക് അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ, ദയ കൊടുക്കുകയാണെങ്കിൽ അവർ ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാകും. എന്നാൽ ഇസ്ലാമിക ശരീഅത്തിൽ ശിക്ഷ തെളിയിക്കപ്പെട്ട, കോടതിയിൽ ശിക്ഷ തെളിഞ്ഞ ഒരു പ്രതിക്ക് രക്ഷപ്പെടണമെങ്കിൽ, പ്രത്യേകിച്ച് കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടവർക്ക് രക്ഷപ്പെടണമെങ്കിൽ ചില വകുപ്പുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുമിത്രാദികൾക്ക്, നേരെ അഹിലുകാർക്ക്, അവർക്ക് നിരുപാധികം മാപ്പ് കൊടുക്കാം. കുറ്റം തെളിഞ്ഞല്ലോ, എൻ്റെ ഇന്നയാളെ കൊന്നത് ഇന്നയാളാണ് തെളിഞ്ഞല്ലോ, ഞങ്ങൾക്കത് മതി. അതുകൊണ്ട് ആ കുറ്റവാളിയോട് ഞങ്ങൾ ദയ കാണിക്കുകയാണ്, അവരെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ ഈ കോടതിക്ക് എന്ത് ചെയ്യാം? ഇവരുടെ സത്യവാങ്മൂലം സ്വീകരിച്ചിട്ട് വെറുതെ വിടാം, ശിക്ഷ മരവിപ്പിക്കാം. അല്ലെങ്കിലുള്ള മറ്റൊരു മാർഗമാണ് ഇസ്ലാം നൽകുന്നത്. ഇത് ഞങ്ങളെ മദ്രസയിൽ വരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ 4 പാർട്ടും മദ്രസയിൽ ഏകദേശം ഒരു 12ാം ക്ലാസ് പഠിക്കുമ്പോഴേക്ക്, +2 കഴിയുമ്പോഴേക്ക് ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര 4 ചാപ്റ്ററുകളും പഠിക്കാൻ കഴിയും. അതിൽപ്പെട്ട ഒന്നാണ് ജിനായത്ത്. അവിടുത്തെ അതിൽ ഈ നിയമ നടപടികൾ സ്വീകരിക്കുന്ന, അഥവാ കുറ്റവാളികൾ ശിക്ഷിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണിത്. അതിൽപ്പെട്ടതാണ്
ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് നഷ്ടപരിഹാര തുക വാങ്ങി ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാനുള്ള വകുപ്പുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നടപ്പാക്കുകയും നിയമങ്ങൾ വിധിക്കുകയും ചെയ്യുന്ന പലർക്കും ഒരുപോലെ ഇസ്ലാമിക നിയമങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അവർക്ക് അറിയാത്ത മേഖല അറിയാത്ത മേഖലകളുണ്ട് എന്നത് അവർ തന്നെ സമ്മതിക്കുന്ന കാര്യമല്ലേ. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ നിമിഷപ്രിയ എന്ന മലയാളി പെണ്ണിനെ വധിച്ചു അതായത് ഇന്ന് 16-ാം തീയതി ആയിരുന്നു അവരെ വധിക്കേണ്ടത്. എല്ലാ വാതിലുകളും അടഞ്ഞു. അവരുടെ അമ്മ എത്രയോ മാസങ്ങളായി യമനിൽ ജീവിക്കുന്നു. മോളെ കാണാൻ പോയി, ജയിലിൽ പോയി കണ്ട് ഏതെങ്കിലും വഴികളിലൂടെ മോളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? നമുക്കറിയാം, നമ്മുടെ ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മുടെ ഇന്ത്യ രാജ്യവും യമൻ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയതന്ത്ര ബന്ധങ്ങളിലൂടെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? ഒരു നിലക്കും കഴിഞ്ഞില്ല. ശിക്ഷ ഉറപ്പായി. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ് അതിൽ ഇടപെടുന്നത്. ഒരു രക്ഷയുമില്ല. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യൻ സുപ്രീം കോടതിയിൽ വരെ പറഞ്ഞു ഇതിലപ്പുറമൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല. എന്താ ഇതിലപ്പുറം എന്ന് പറഞ്ഞാൽ അവരെ കൊലക്കാരിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പലരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനപ്പുറം അവരെ രക്ഷപ്പെടുത്താൻ ഇന്ത്യ ഗവൺമെൻറ് സാധ്യമല്ല. പൂർണ്ണമായും ഇന്ത്യയുമായി സഹകരിക്കുന്ന രൂപത്തിലുള്ള എംബസി പ്രവർത്തനങ്ങളൊന്നും ആ രാജ്യവുമായി നടക്കുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. അപ്പോൾ വഴികളെല്ലാം മുടങ്ങി. ഇന്ന് 16-ാം തീയതി പുലർച്ചയോടുകൂടെ ആ പെൺകുട്ടി ലോകത്തിൽ നിന്ന് കൊല ചെയ്യപ്പെട്ട് മറമാടപ്പെടുകയാണ് എന്ന ഘട്ടം വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദ് ആ വിഷയത്തിൽ ഇടപെടുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഇടപെട്ടത്? ഇസ്ലാമിക ശരീഅത്തനുസരിച്ച്. എന്താണ് ശരീഅത്തിൻ്റെ വിധി? ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അഹിലിന് വെറുതെ വിടാൻ കോടതിയോട് ആവശ്യപ്പെടാമല്ലോ. അതിന് ഈ കാലം വരെ നിങ്ങൾ നോക്കൂ, ഏകദേശം ഒരു 10 കാലമായല്ലോ ഈ നിമിഷപ്രിയ ജയിലിലകപ്പെട്ടിട്ട്. ഇന്ന് വരെ ഈ സഹോദരി കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ആ പെണ്ണിനാൽ കൊല ചെയ്യപ്പെട്ടു എന്ന് നാം കേൾക്കുന്ന തലാൽ അയാളുടെ കുടുംബവുമായി സംസാരിക്കാനുള്ള ഒരു വഴിയും നമ്മുടെ ഈ കേസിൻ്റെ പിന്നാലെ കൂടി ആർക്കും അതിനൊരു വഴി കണ്ടുപിടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആ വഴി അവർക്ക് അറിയുക പോലുമില്ല. അവിടെയാണ് എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് മുമ്പ് സുപ്രീം കോടതിയുടെ മുന്നിൽ ചെന്ന് ഇതിനപ്പുറമൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ 16-ാം തീയതി ആ പെണ്ണിനെ കൊല്ലുകയാണെങ്കിൽ കൊല്ലുക എന്നല്ലാതെ യാതൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് കാരുണ്യത്തിൻ്റെ നേതാവായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനിലെ തൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ ഷെയ്ഖ് ഉമറുൽ ഹഫീദ് എന്ന വിശ്വപ്രസിദ്ധനായ പണ്ഡിതനുമായി തൻ്റെ ആത്മസുഹൃത്തുമായി ബന്ധപ്പെടുന്നത്. തലാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടണം നമുക്ക്. അതിനോടൊപ്പം തന്നെ അവിടുത്തെ ജുഡീഷ്യറിയുമായി ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒറ്റ ദിവസ ക്യാപ്പിലാണ് ഷെയ്ഖുനാൻ്റെ ഇടപെടൽ. ഉമറുൽ ഹഫീദ് ഉടനെ അതിൽ ഇടപെട്ടു. നോക്കൂ, ആ ഒരൊറ്റ സിറ്റിങ്ങിൽ തന്നെ ആരൊക്കെ പങ്കെടുപ്പിച്ചു, ആരെല്ലാം പങ്കെടുപ്പിക്കാൻ സുപ്രീം കോടതി ജഡ്ജി, അവിടുത്തെ ജുഡീഷ്യറിയുടെ ഏതെല്ലാം നിലയ്ക്ക് ഇതിൽ ഇടപെടാൻ കഴിയും അവരൊക്കെ ഈ തലാലിൻ്റെ കുടുംബത്തെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തിയപ്പോൾ കുടുംബത്തിന് കുറേ കാര്യങ്ങൾ ബോധ്യമായി. അവരിൽ മഹാഭൂരിപക്ഷവും ബ്ലഡ് മണിയെപ്പറ്റി നമുക്ക് ആലോചിക്കാം. പക്ഷേ കുടുംബം ഇവരുമായി രക്തബന്ധമുള്ള ആളുകളൊക്കെ സമ്മതം കിട്ടണ്ടേ? അപ്പോൾ സുപ്രീം കോടതിയുടെ ജഡ്ജി ചർച്ചയിലുണ്ട്. അദ്ദേഹം ഉടനെ ഇന്ന് സുപ്രധാനമായൊരു വിധി അനിശ്ചിതകാലത്തേക്ക്, അവധി പറയാത്ത ദിവസത്തേക്ക് ഇവരുടെ ഈ വിധി മരവിപ്പിച്ചു, കൊലപാതകം മരവിപ്പിച്ചു. ഇനി ഈ കിട്ടുന്ന അവധി വെച്ച് തലാലിൻ്റെ കുടുംബവുമായി മൊത്തം സംസാരിച്ച് ദിയാമണി സ്വീകരിക്കാൻ അവർ റെഡിയാവുക, ബ്ലഡ് മണി സ്വീകരിക്കാൻ അവർ തയ്യാറാവുകയാണെങ്കിൽ അവിടുത്തെ കോടതി കോടതി ഇതിൽ ഇടപെട്ടുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഈ നാട്ടിലേക്ക് വന്ന് തൻ്റെ കുടുംബത്തോടൊപ്പം കഴിയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു.
കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ മൂലം. ഇതാണ് ഇന്നത്തെ ശ്രദ്ധേയമായ വാർത്ത. അതുകൊണ്ട് തന്നെ മനുഷ്യത്വമുള്ള മുഴുവൻ ആളുകളും എ പി ഉസ്താദിനെ അഭിനന്ദനം കൊണ്ട് മൂടുകയാണ്. ഞാൻ ഇന്ന് നിരവധി പ്രമുഖ വ്യക്തികളുടെ വാട്സപ്പുകൾ പരിശോധിക്കുകയും അവരുടെ ഫേസ്ബുക്കുകൾ പരിശോധിക്കുകയുണ്ടായി. നമ്മൾ കാണുന്ന എല്ലാ മുഖലേഖനം എഴുതുന്ന, സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് എഴുതുന്ന, അതുപോലെ മറ്റേതൊക്കെ ഏതെല്ലാം വഴിക്ക് ആശയവിനിമയം നടത്തുന്നുണ്ടോ അവരൊക്കെ ഇന്ന് എഴുതിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ഈ മഹനീയ സേവനത്തെയാണ്. അതിനെയാണ് പ്രശംസിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ മുക്തകണ്ഠം പ്രശംസിച്ചു. നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ എ പി ഉസ്താദിൻ്റെ തുല്യതയില്ലാത്ത ഈ പ്രവർത്തനത്തെ മുക്തകണ്ഠം പ്രശംസിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം എ പി ഉസ്താദിനെ നേരിട്ട് വിളിച്ചിട്ട് അഭിനന്ദനം അറിയിക്കുകയും തൻ്റെ ഫേസ്ബുക്കിൽ ഇന്ന് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ എഴുതുകയുമുണ്ടായി. മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി ജനറൽ ബഹുമാന്യനായ ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകൾ എ പി ഉസ്താദിനെ വിളിച്ച് അഭിനന്ദനം അറിയിക്കുകയും തൻ്റെ പേജിൽ അദ്ദേഹം ഇത് സംബന്ധമായി കുറിപ്പെഴുതുകയും ചെയ്തു. മുൻ മന്ത്രിയും ബഹുമാന്യനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പുത്രനുമായ MK മുനീർ, മുൻ മിനിസ്റ്റർ, അദ്ദേഹവും ഈ തൻ്റെ ഫേസ്ബുക്കിൽ ഇത് സംബന്ധമായി ആശംസകൾ എ പി ഉസ്താദിനെ അഭിനന്ദിക്കുകയുണ്ടായി. MP-മാരായ മുഴുവൻ ആളുകളെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഞാൻ നോക്കിയ ഏകദേശം MP-മാരൊക്കെ, നമുക്കിപ്പോൾ എല്ലാവരുടെ പേര് നോക്കാൻ കഴിയില്ലല്ലോ, നമ്മുടെ പ്രിയങ്കരനായ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഏവരും ശ്രദ്ധയോടുകൂടെ പ്രസംഗം കേൾക്കുന്നത് ഒരു പ്രസംഗമാണിപ്പോൾ. അത് അബ്ദുൽ സമദ് സമദാനിയുടേതാണ്. അവിടെ അത് ആരാണോ അധ്യക്ഷനെങ്കിൽ ആ അധ്യക്ഷൻ പോലും ശ്രമിക്കുന്ന ഒരു പ്രഭാഷണം. അതുകൊണ്ട് തന്നെ 1, 2, 3, 4 മിനിറ്റ് വൈകിയാൽ പോലും, പ്രസംഗം വൈകിയാൽ പോലും ആ ഒഴുക്കുള്ള വാചാലതയെ തടയാൻ അധ്യക്ഷൻ സ്പീക്കർ പോലും മുതിരാറില്ല. അത്ര നിലക്ക് മനോഹരമായി പാർലമെൻറ്റിൽ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ സമദ് സമദാനി. അദ്ദേഹത്തിൻ്റെ പേജ് അവസാനിക്കുന്ന എങ്ങനെയാണ്? എ പി ഉസ്താദിനെ അങ്ങേയറ്റ പ്രശംസിച്ചിട്ട് ഈ മഹാനേതാവിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം, അള്ളാഹുവെ അതിന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട MP MK രാഘവൻ അദ്ദേഹം ലേഖനം എഴുതുകയുണ്ടായി, ഫേസ്ബുക്ക് എഴുതുകയുണ്ടായി. അങ്ങനെ അങ്ങ് നോക്കുകയാണെങ്കിൽ മുൻ മന്ത്രിയായ PK ശ്രീമതി, ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു, അങ്ങനെ എല്ലാവരും, നമ്മൾ ഇനി ഒരാളെ മാത്രം പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ എല്ലാവരും, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ PK ഫിറോസ് അടക്കം, അതുപോലെ തന്നെ രാഹുൽ ഈശ്വറിനെ പോലുള്ള എത്രയോ മതേതര ചിന്തയുള്ള മുസ്ലിം സഹോദരന്മാർ, അവരെല്ലാവരും മുക്തകണ്ഠം. ഞാൻ ബാക്കി ആളുകളെ പേര് പറയാതെ, ഞങ്ങളുടെ പ്രിയങ്കരനായ MLA ഉണ്ട്, ഏറനാടിൻ്റെ MLA PK ബഷീർ സാഹിബ്, അദ്ദേഹം എഴുതിയ മുഖലേഖനം എല്ലാ വാതിലുകളും അടച്ചപ്പോൾ ഇതാ തുറന്നു വെച്ച ഒരു വാതിൽ എന്ന നിലക്ക് അർത്ഥം വരുന്ന അതിവികാരമുള്ള വൈകാരികമായുള്ള വളരെ മനസ്സിന് തട്ടുന്ന കുറിപ്പാണ് PK ബഷീർ എഴുതിയത്. നമ്മുടെ ബഹുമാന്യനായ പൊന്നാനി MLA ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ, എത്ര മനോഹരമായിട്ടുള്ള അദ്ദേഹം ഫേസ്ബുക്ക് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ ആളുകളും, നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അടക്കം, അങ്ങനെ ഇനി ആരെയും ഒന്നൊന്നും എടുത്തു പറയേണ്ടതില്ല. അതാ ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, മനുഷ്യ ഹൃദയങ്ങളുള്ളവരൊക്കെ ഈ പ്രവർത്തനത്തെ പ്രശംസിച്ചു എന്ന്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കരുത്തു പകർന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രവർത്തനം സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി 100 വർഷം പ്രവർത്തിച്ചവർക്കൊക്കെ ആത്മാഭിമാനം നൽകുന്ന ഒരു നിലപാടാണ് 1/2 നൂറ്റാണ്ട് കാലമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് നേതൃത്വം നൽകുന്ന AP ഉസ്താദിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഉസ്താദിന് ഇതൊരു ഒറ്റപ്പെട്ട സംഗതിയല്ല. പലരും ചിലപ്പോൾ ഇത് കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് AP ഉസ്താദിൽ ഇന്നിങ്ങനെ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എത്ര ഹൃദയമായ അവിടുത്തെ ഹൃദയ വിശാലത അദ്ദേഹവുമായി ഒന്ന് അടുത്തു കൂടുന്നവർക്കല്ലേ അറിയുകയുള്ളൂ. നോക്കൂ, 1989
നിർഭാഗ്യപരമായ ഭിന്നിപ്പ്. അത് നമ്മൾ അങ്ങനെയാ പറയുന്നത്. ആരും ഒരു ഭിന്നിപ്പിനെ നമ്മൾ സൗഭാഗ്യമെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ അനിവാര്യമെന്ന് പറയുന്നില്ല. 89-ലെ ഭിന്നിപ്പ് അനിവാര്യമാകുന്നത് എങ്ങനെയാണ്? പണ്ഡിതന്മാരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു ചിലർ, അവരെ കാല് കൂട്ടിക്കെട്ടുന്നു. അതിൽ നിന്നൊരു കുതറിച്ചാടൽ, അഥവാ ഞങ്ങൾ പഠിച്ച ഇൽമ് സ്വതന്ത്രപൂർവം പറയാൻ ഞങ്ങൾക്ക് അള്ളാഹു നൽകുന്ന, ഈ രാജ്യം നൽകുന്ന അവകാശം ഉപയോഗപ്പെടുത്തണം, അതിന് ഞങ്ങൾ ആരെയും പേടിക്കുന്നില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ താജുലുലമയും ബഹുമാനപ്പെട്ട സുൽത്താനുലുലമയും നൂറുലുലമയും കെൻസുലുലമയും, അത് വലിയ വലിയ പട്ടികയാണ്. ആ നേതാക്കന്മാരെടുത്ത തീരുമാനം, ആ തീരുമാനം ശരിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇന്ന് അഭിമാനം കൊണ്ട് നിങ്ങൾ നോക്കൂ, തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. ഇതെന്തിൻ്റെ പേര്? ഇന്ന് നിങ്ങൾ നോക്കൂ, എത്ര വിനയാന്വിതനായി. ഇന്നലെയും ഇനിയാന്നുമൊക്കെ പത്രക്കാർ സുബൈ നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോഴേക്ക് മർക്കസിൻ്റെ ആ തിരുമുറ്റത്ത് വെക്കുകയാണ്. ഇത്രയും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ നേതൃത്വം നൽകുന്ന ഉസ്താദിൻ്റെ 2 വാക്ക് കിട്ടാൻ. ഉസ്താദ് തൻ്റെ ദൂതന്മാരോട് എന്താ ചാനലുകാരോട് പറഞ്ഞത്? ഞാനിത് ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ, ഞങ്ങൾ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിലാണ് സമസ്തയുടെ 100-ാം വാർഷികം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് മാനുഷികമായ ഇടപെടൽ എന്നല്ലാതെ ഇതൊരു ബ്രൈറ്റ് നൽകാൻ, പത്രക്കാർക്ക് ഒരു കുറിപ്പ് നൽകാൻ, അല്ലെങ്കിൽ അവരെ മുന്നിൽ ഒരാളാകാൻ വേണ്ടി ചെയ്യുന്നില്ല, ഒന്നും സംസാരിക്കാനില്ല എന്ന് പറയും. പക്ഷേ ഒരു ചെറിയ പുരോഗതി ഇന്നുണ്ടായി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി തൽക്കാലം വധിക്കാനുള്ള വിധി മരവിപ്പിച്ചല്ലോ. ഇനി നമുക്ക് കിട്ടുന്ന മണിക്കൂറുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ തലാലിൻ്റെ കുടുംബവുമായി സംസാരിച്ചത് ക്ലിയർ ചെയ്യാലോ. അങ്ങനത്തെ ഒരു ആശ്വാസ വിധി വന്നല്ലോ. അപ്പോഴാണ് ഉസ്താദ് പത്രക്കാർ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ വന്നിട്ട് എന്താ പറഞ്ഞ്? ഞങ്ങൾ മനുഷ്യർക്കൊപ്പമാണ്. ഒരു മാനുഷികമായ പ്രവർത്തനം നടത്തി ദിവസവും ചെയ്യുന്ന 10,000-കണക്കിന് മാനുഷിക പ്രവർത്തനങ്ങൾ, അതിൽപ്പെട്ട ഒരെണ്ണം നിർവഹിച്ചു എന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം എത്ര വിനയന്നതനാണ്. അദ്ദേഹത്തിൻ്റെ പേജിൽ അദ്ദേഹം കുറിച്ചു, ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ആരൊക്കെ സഹായിച്ചോ, ആരെല്ലാം സഹായിച്ചോ, ആരെല്ലാം പ്രവർത്തിച്ചോ, അവർക്കൊക്കെ ആ ഇടപെട്ട വിഷയം വിജയിച്ചു കാണാനുള്ള അവസരം കൂടിയും അള്ളാഹു നൽകട്ടെ എന്ന മനോഹരമായ പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തിയത്. എത്ര വിനയാന്വിതനായ പണ്ഡിതനാണ്. നോക്കൂ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ പിളർപ്പ് കാലത്ത് സ്വാഭാവികമായും നിരപരാധികളായ പ്രവർത്തകന്മാരെ കൊല്ലുകയും, അതുപോലെ AP ഉസ്താദിനെ പോലുള്ള സുഫി വര്യന്മാരായ പണ്ഡിതന്മാരുടെ മയ്യത്ത് പോലും ഉണ്ടാക്കി, കൃത്രിമമായി മയ്യത്ത് സ്ഥാപിച്ച് അതിനെ നടുറോട്ടിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഏറ്റവും മോശം പ്രവണതകൾ കണ്ടപ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രാസംഗികന്മാരിൽ ചിലരൊക്കെ ഇത്തരം ആളുകളെ വിമർശിക്കുമ്പോൾ അത് വിമർശനം ചിലപ്പോൾ കടുപ്പം കൂടിയ വിവരം അറിഞ്ഞിട്ട് AP ഉസ്താദ് വിളിച്ചുകൂട്ടും ഇടക്കിടക്ക് പ്രാസംഗികന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ഹബീബന്മാരെ, ആശയം പറയുക, ആദർശത്തിനെതിരെയുള്ള എതിർപ്പുകളെ പ്രതിരോധിക്കുക, അതൊക്കെ ഓക്കെ. പക്ഷെ അതിൻ്റെ പേരിൽ വ്യക്തിഹത്യ പാടില്ല, പ്രത്യേകിച്ച് സയ്യിദന്മാരെ പറയാൻ പാടില്ല, ഒരു മനുഷ്യനെയും പറയാൻ പാടില്ല. അങ്ങനെ ഉപദേശിച്ച് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്നൊക്കെ നാളെ ആഖിറത്ത് സ്വർഗം ലഭിക്കാനാണ്, അതല്ലേ നിയ്യത്ത്. അതുകൊണ്ട് അങ്ങനെ അള്ളാഹു കബൂൽ ചെയ്യുള്ളൂ. ആ നിയ്യത്തിലുള്ള ആളുകൾ വ്യക്തിഹത്യ നടത്താൻ പാടില്ല, അത് ശ്രദ്ധിക്കണം എന്ന് എപ്പോഴും പറയും. സയ്യിദന്മാരെ പരാമർശിക്കുന്ന ഒരു വാക്ക് പ്രസംഗത്തിൽ വന്നാൽ നിങ്ങൾ ആഖിബത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്നാണ് പ്രാസംഗികന്മാരോട് ആ ഉസ്താദ് നിർദ്ദേശിച്ചിരുന്നത്. ഒരിക്കൽ പോലും ഒരു മനുഷ്യനെയും വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും ഒന്നുകൂടാ. അത് ജാതി നോക്കാൻ പാടില്ല, നിറം നോക്കാൻ പാടില്ല, മതം നോക്കാൻ പാടില്ല എന്ന് ഉപദേശം നൽകുന്ന ഒരു മഹാത്മാവാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിങ്ങൾ നോക്കൂ, അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, എൻ്റെ ഇപ്രായത്തിൽ ഒരു 10-30 വർഷം മുമ്പായിരിക്കും, അദ്ദേഹം ശ്രീലങ്ക സന്ദർശിക്കാൻ അവിടുത്തെ സർക്കാർ മന്ത്രിമാരും പ്രതിനിധികളും മന്ത്രിമാരും വരെ പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ 1-2 ദിവസം അദ്ദേഹം അവിടെ സിയാറത്തും മറ്റ് ഔദ്യോഗിക പരിപാടികളുമായി പോകുമ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ അടക്കപ്പെട്ട ഒരു വ്യക്തി ഫോൺ ചെയ്യുകയാണ്. ഉസ്താദെ, ഞങ്ങൾ നിങ്ങളെ നേരിട്ട് കണ്ടിട്ടില്ല, നിങ്ങളോട് പറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന് ഞങ്ങളോട് പലരും പറയുന്നു. ഞങ്ങളിവിടുത്തെ കൊളംബോ ജയിലിൽ നിന്നാണ് വിളിക്കുന്നത്. ഉസ്താദെ, 30 വർഷമായി ഞങ്ങൾ മലയാളികൾ 33 പേര് ഇവിടെ ജയിലിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഉസ്താദ് മന്ത്രിമാരുമായും
ഗവൺമെൻറ് പ്രതിനിധികളുമായൊക്കെ ബന്ധമുള്ള ഒരാൾ എന്ന നിലയിൽ ഉസ്താദെ ഞങ്ങൾക്ക് ഞങ്ങളെ ഭാര്യയുടെ, ഞങ്ങളെ മക്കളുടെ, ഞങ്ങളെ അഹലുകാരുടെ അടുത്തേക്ക് പോകാൻ ഒരു വഴി തുറന്നു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. ഉസ്താദ് പെട്ടെന്ന് യാത്ര വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് പോരല്ല ചെയ്ത് അവിടെ തങ്ങുകയാണ് ഈ വിഷയത്തിന് വേണ്ടി. അങ്ങനെ അവിടുത്തെ മിനിസ്റ്റർമാരുമായി, പ്രത്യേകിച്ച് അവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ മുതൽ മന്ത്രി വരെയുള്ള ആളുകളോട് ഇതിനെപ്പറ്റി പഠിക്കാനുള്ള അവസരം അദ്ദേഹം ഉണ്ടാക്കി. നോക്കുമ്പോൾ മയക്കുമരുന്നിനാൽ ശിക്ഷിക്കപ്പെട്ടവരാണ് അതിൽ ഈ പറയപ്പെട്ട ആളുകളിൽ വലിയ ഒരു വിഭാഗം. അപ്പോൾ മന്ത്രിമാരുടെ സമീപനം എന്താണ്? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം. പക്ഷേ എത്ര വലിയ തെറ്റാണെങ്കിലും 3 പതിറ്റാണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലെ എത്രയോ നിർണായകമായ ഘട്ടമാണ്. അതൊക്കെ ജയിലിൽ കടന്നില്ലേ? അവരെ കുട്ടികളും അവരെ കുടുംബക്കാരുമൊക്കെ എത്ര തീ തിന്നാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായില്ലേ? അതുകൊണ്ട് ഇതിൽ ഏറ്റവും കുറ്റം വിടാൻ സമയമാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ത്യൻ ജയിലിലേക്ക് മാറ്റൂ. എന്നാൽ അവർക്ക് ആ നാട്ടിലെ നിയമമനുസരിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുമല്ലോ. ഈ ഇടപെടലിന് എന്താ നമ്മൾ പറയുക? അതിനാണ് മനുഷ്യത്വം എന്ന് പറയാം. ഉടനെ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഇതിൽ സജീവമായി അതിൽ 10 പേരെ ഇന്ത്യൻ ജയിലിലേക്ക്, അത്രയും ശിക്ഷ തീരാത്തത് കൊണ്ട് ബാക്കിയുള്ള ആളുകൾ മുഴുവനും സ്വതന്ത്രമായി നാട്ടിലേക്ക് പോകാൻ ആ ഗവൺമെന്റ് അനുവദിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മഹാനാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അങ്ങനെ എത്ര സംഭവമുണ്ട്. 1, 2, 3 സംഭവമല്ല. ഇപ്പം ഈ അടുത്ത് തന്നെ താമരശ്ശേരി ഭാഗത്ത് സൗദി അറേബ്യയിൽ എന്നോ മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ബോഡി ഇങ്ങോട്ട്, ഒരു ക്രിസ്ത്യൻ സുഹൃത്തിൻ്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയാതെ വന്നപ്പോൾ താമരശ്ശേരി ബിഷപ്പുമാർ ഒക്കെ എ പി ഉസ്താദുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അദ്ദേഹം അവിടുത്തെ ഉന്നതരുമായി ബന്ധപ്പെട്ട് ആ ബോഡി ഇവിടെ കൊണ്ടുവരികയും മറമാടാൻ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ആ വികാരി അച്ഛന്മാരെല്ലാം മർക്കസിൽ വന്ന് ഉസ്താദിനെ പ്രശംസിച്ച് നമ്മളെല്ലാം വാർത്തകളിൽ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, 1, 2, 3 കാര്യങ്ങളൊന്നും പറഞ്ഞാൽ കഴിയില്ല. അതിന് മാത്രം കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 വർഷം തികഞ്ഞ് 100 വർഷം തികയാൻ പോകുന്ന ഈ ഏറ്റവും മനോഹരമായ, ശ്രദ്ധേയമായ, ബഹുമാനമുള്ള ഈ സമയത്ത് ആ പ്രസ്ഥാനത്തിന് 1/2 നൂറ്റാണ്ട് കാലം നേതൃത്വം നൽകുന്ന സുൽത്താനുൽ ഉലമ പറയുന്നു, ഇതൊരു മനുഷ്യൻ ചെയ്യേണ്ട മാനുഷികമായ ഒരു പ്രവർത്തനം. അതിനോട് ഞാൻ മാത്രമല്ല, അതിൽ പലരും വഴിയായി സഹായികളായിട്ടുണ്ട്. ആ സഹായം കൊണ്ടെല്ലാം ആ പെൺകുട്ടി ഈ നമ്മുടെ നാട്ടിലേക്ക് എത്തട്ടെ, അവരെ കുടുംബത്തിലേക്ക് വരട്ടെ, കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ അതോടുകൂടി അവർ കുടുംബത്തിൻ്റെ സമാധാനം ലഭിക്കട്ടെ, അതിനുവേണ്ടിയുള്ള ഇടപെടലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആ വിനയത്തിൻ്റെ മുഖമില്ലേ, വിനയത്തിൻ്റെ ശരീരമില്ലേ, വിനയത്തിൻ്റെ മനസ്സില്ലേ സുൽത്താനുൽ ഉലമ. ആ സുൽത്താനുൽ ഉലമയെ ആദരിക്കാത്ത ഒരു മനുഷ്യരും ഇന്ന് മലയാളി ലോകത്തില്ല. മലയാളികളിൽ മാത്രമല്ല, ഇന്ത്യയിലെ ഈ പ്രധാനപ്പെട്ട ചാനലുകൾ, യമനിലെ പോലും പ്രസിദ്ധീകരണങ്ങൾ, ലോകത്തിൻ്റെ അറിയപ്പെട്ട പത്രമാധ്യമങ്ങൾ എല്ലാം ഇന്ന് പ്രശംസിക്കുകയാണ് എ പി ഉസ്താദിനെ. അപ്പോൾ ഇതുവഴി മുസ്ലിം ഉമ്മത്തിന്, കേരളീയ ജനതയ്ക്ക്, സമസ്തയുടെ പ്രവർത്തനക്ക് അഭിമാനിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയത്ത് ഉസ്താദിനോടുള്ള അസൂയ കൊണ്ട്, കുശുമ്പ് കൊണ്ട് ഇത്രയും കാലം ചെലവാക്കുകയും അതല്ലാതെ അവരെ മുന്നിൽ വേറൊരു അജണ്ട അല്ല. ഇപ്പം നിങ്ങൾ നോക്കൂ, അവർക്ക് എന്നും ഒരു വിഭാഗത്തെ പ്രതിയാക്കിയിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ തുടരണം, അതുപോലെ തന്നെ മറ്റ് തോന്നിവാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നല്ലാതെ മറ്റ് ഇത്തരം മാനുഷിക വിഷയങ്ങളിലൊന്നും അവർക്ക് താല്പര്യമില്ല. ഞാൻ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഈ സമയം ഉപയോഗിക്കുന്നത്. ഇന്നിപ്പോൾ അവരെന്താ ചെയ്യണത് നോക്കൂ നിങ്ങൾ. ലോകത്തെ മനുഷ്യ മനസ്സുള്ള, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മനുഷ്യ ഹൃദയമുള്ള മനുഷ്യന്മാരൊക്കെ ഇന്ന് ഈ നിമിഷപ്രിയയെ കാണാൻ വേണ്ടി, സ്വന്തം മോളെ കാണാൻ വേണ്ടി യമനിൽ പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവിടുത്തെ അവരുടെ ഉമ്മ, അതുപോലെ തന്നെ നാട്ടിൽ ഭാര്യ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ഭർത്താവ്, മക്കള്, ഈ കുടുംബത്തിനൊക്കെ ഇന്ന് ആശ്വാസമാകാൻ, അത് പൂർണ്ണമായ ആശ്വാസം വരും ദിവസങ്ങൾ വരട്ടെ, ആ നിലക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനൊരു കൈ നീട്ടം നടത്തിയ
ഉസ്താദിനെ അഭിനന്ദിക്കുമ്പോൾ മറുഭാഗം ഇപ്പം എന്താ ചെയ്യണേ? മറുഭാഗം സ്വന്തക്കാരെ കോടതി കയറ്റുക. അവരുടെ ഏതോ ഒരു കമ്മിറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു പക്ഷം മാത്രമാണ് ഭരണസ്ഥാനത്ത് വരിക, അതുകൊണ്ട് അത് നിയമം വഴി തടയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതി കേസ് കൊടുക്കുക. അവരുടെ മുമ്പിൽ പ്രശ്നപ്പെട ഇന്ന് വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കുക, എങ്ങനെയെങ്കിലും നാളത്തെ മീറ്റിംഗ് തടയാൻ പറ്റുമോ നോക്കുക. അങ്ങനെ ഇപ്പോൾ പരപ്പനങ്ങാടി കോടതിയിൽ ഇപ്പോൾ ആ കേസ് തള്ളിയെന്നാണ് കേൾക്കുന്നത്. ഇനിയിപ്പോൾ അതിന് മേൽക്കോടതി പോകാൻ സമയമില്ല, നാളെയാണ് ഈ ഇലക്ഷൻ. അവരെ ലോകം അതാണ്. അവർക്ക് എന്ത് നിമിഷപ്രിയ, എന്ത് മനുഷ്യത്വം, എന്ത് വിഷയം, അതൊന്നല്ല അവരെ ചിന്ത. അവരെ ചിന്ത പിന്നെ എക്കാലത്തും ഒരു വിഭാഗത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവർക്കെതിരെ അറ്റാക്ക് നടത്തിയിട്ട് എങ്ങനെയെങ്കിലും ആക്കിബത്ത് നഷ്ടപ്പെടുത്തുക, ആഹാരം നഷ്ടപ്പെടുത്തുക. അതിനു വേണ്ടി മാത്രമാണോ ഈ കൂട്ടൻ ജീവിക്കുന്നത് എന്ന് നമ്മൾക്ക് തോന്നിപ്പോകുന്ന രൂപത്തിൽ തീർത്തും ഒരു മോശം പ്രവർത്തനങ്ങളായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ അവരെ ഒന്ന് വേദനിപ്പിക്കാൻ പറഞ്ഞല്ല, അവരും അങ്ങനെയൊക്കെ സംഘടന പേരുകൾ നടക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ ദിവസം അവരെന്താ ചെയ്തത്, ഏറ്റവും ചുരുങ്ങിയത് എന്താണ് അവർ ചെയ്യേണ്ടത്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ അവരിന്ന് കോടതി കയറി ഇറങ്ങുകയാണ്. ആർക്കെതിരെയാണ് കോടതി കയറിയത്? ഫാസിസത്തിനെതിരെയാണോ? അല്ലെങ്കിൽ സംഘികൾ ഉണ്ടാക്കുന്ന നുണപ്രചരണങ്ങൾക്കെതിരെയാണ്? വേറെന്തെങ്കിലും മാനുഷിക വിഷയങ്ങൾക്ക് വേണ്ടി അല്ല. സ്വന്തക്കാരെ കാൽവെട്ടാൻ, സ്വന്തക്കാരിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാൻ, അങ്ങനെ അതിനുവേണ്ടി കോടതി കയറി ഇറങ്ങുന്ന ഒരു വിഭാഗമായി മറുഭാഗം ചെയ്യുമ്പോൾ മറ്റ് ഹൃദയമുള്ള എല്ലാ മനുഷ്യരും ആ പെൺകുട്ടി അവരമ്മയും ഭർത്താവും മക്കളുമൊക്കെ ആശിക്കുന്നത് പോലെ സ്വതന്ത്രപൂർവം നാട്ടിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന പ്രാർത്ഥനയിൽ കഴിയുമ്പോൾ അവർ സ്വന്തക്കാരെ കോടതി കയറ്റുകയും കോടതി അത് കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പണിയിലാണ് അവരൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ആക്ഷേപിക്കുകയല്ല, നമ്മൾ പറയുമ്പോൾ അതിൻ്റെ വസ്തുത മനസ്സിലാക്കിയതാണ്. ഏതായാലും ഇന്ന് നമ്മുടെ പ്രസംഗം നാളെ മുതൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു വരുന്ന വിഷയത്തിലേക്ക് തന്നെ നമ്മൾ മടങ്ങിപ്പോകും. ഇന്ന് ഒരു വർത്തമാന സമയത്തൊരു കാര്യം ഇതായതുകൊണ്ട് അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ആ പെൺകുട്ടി നമുക്ക് ശരിക്ക് സമാധാനമാകണമെങ്കിൽ പൂർണ്ണമായും ജയിൽ മോചിതയായി നാട്ടിലെത്തണം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുകയും ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് കാരണമായി ആ പെൺകുട്ടിക്ക് അല്പമെങ്കിലും ആശ്വാസം വാങ്ങിക്കൊടുത്ത സുൽത്താനുൽ ഉലമ അല്ലാഹു തആല മഹാനവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ബഹുമാന്യനായ സമദാനി MP അദ്ദേഹത്തിന് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ ഉസ്താദിന് AP ഉസ്താദിന് അള്ളാഹു നല്ല ആയുസ്സും ആഫിയത്തും നിലനിർത്തി കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ദുആ ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആയുസ്സിന് വേണ്ടി ദുആ ചെയ്യുക, ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവിധ ബലാഗ് മുസീബാത്തുകളിൽ നിന്നും അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.